ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഒരു നല്ല പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്നലത്തെ പോലെ മഴയുടെ മൂടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പനിയാണെങ്കിൽ അത്യാവശ്യം പോയി വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ആയി പോയിട്ടില്ല. ഇന്നിരിക്കലും ശാലം ചെസ്റ്റിയാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും പയ്യെ വിട്ട് വരുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ട്. സോ ഐ എം ഗെറ്റിംഗ് ദേ. സോ ഇന്നിങ്ങനെ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുമ്പ് സൈപ്രസ് എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 2003 കാലഘട്ടങ്ങളിലാണ് ഞാൻ സൈപ്രസിൽ പോയത്. അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് കോട്ടയത്തൊരു ബിസിനസ് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ മനസ്സിലെപ്പോഴും നിന്നു. കാരണം നാട്ടിൽ നിന്നാൽ അന്നും ഗുണമൊന്നുമില്ല, ഇന്നും ഗുണമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത് കൊണ്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭാവിയിലാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ബെറ്ററായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഇത് കിട്ടിയത്. സൈപ്രസ് എന്ന് പറയുന്ന കൺട്രി അത്യാവശ്യം യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കലും UK ഒക്കെ എത്തിച്ചേരാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ സൈപ്രസിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അന്ന് കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഞാനും കൂടെ പോകാൻ നോക്കിയപ്പോഴത്തേന് ഭയങ്കര എമൗണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പോയിട്ട് അത്യാവശ്യം അവിടെ സംഭവം സെറ്റിലായി കഴിഞ്ഞ് പുള്ളിക്കാരിയെ കൊണ്ടുപോകുന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ആശയ്ക്കാണെങ്കിലും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ 2002 ആദ്യമായി സൈപ്രസിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് തിരുവനന്തപുരത്തു നിന്ന് ബെയ്റൂട്ടിനായിരുന്നു അന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ബെയ്റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ യുദ്ധക്കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഈ റോക്കറ്റും ഷെല്ലും വീണിട്ട് പൊട്ടിക്കിടക്കുന്നതും ബോംബ് അടിച്ചിട്ട് തകർന്ന് കിടക്കുന്നതും ഒക്കെ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് തന്നെ കാണാമായിരുന്നു. അതുപോലെ യുദ്ധത്തിൻ്റെ കെടുതി ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ തന്നെ അവർ കൊണ്ടുപോയി ഫ്ലൈറ്റ് ഇറക്കിയെന്നുള്ളതാണ്. ഏതായാലും എന്തോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ അവിടെ നിന്ന് കടന്നുപോയി. സൈപ്രസിൽ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേരുന്ന ഏകദേശം 10 മണിയോടെ രാത്രിയോടെയാണ്. അപ്പോൾ സൈപ്രസ് എന്ന് പറയുന്നത് നല്ലൊരു കൺട്രിയാണ് കേട്ടോ. കൺട്രി എന്ന് തന്നെ വേണേൽ പറയണം. കാരണം അത് രണ്ടായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്രീക്കുകാർ ഭരിക്കുന്ന ഭാഗവും ഒന്ന് ടർക്കിക്കാർ ഭരിക്കുന്ന ഭാഗവും, 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ശരിയായിട്ട് പറഞ്ഞാൽ ഗ്രീക്കിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഫുൾ ഐലൻഡ് ആയിരുന്നു. അപ്പോൾ കുറേ നാളത്തെ യുദ്ധം ടർക്കി നോക്കിയപ്പോൾ നല്ല സ്ഥലം, നല്ല ഏരിയ ഉണ്ട്, നല്ല വരുമാനമുള്ള ഏരിയ. കാരണം അവിടെ ഈ സ്വർണ്ണത്തിൻ്റെ കുഴിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരുമാനമൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ടർക്കിക്ക് ഒരു തോന്നലെന്താ ഇതുകൂടെ അങ്ങ് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ തൊട്ട് യുദ്ധം തുടങ്ങി ഓൾമോസ്റ്റ് പകുതി വരെ അവർ യുദ്ധത്തിൽ പിടിച്ചത്. വർഷങ്ങൾക്ക് മുമ്പാടുന്ന കഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രിയാണ് സൈപ്രസ്. വളരെ സമാധാനപരമായ ഗ്രീക്കുകാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ ചെന്ന കാലഘട്ടത്തിൽ അവിടെ ഗ്രീക്കുകാരിലുപരിയായിട്ട് കുറച്ചുകൂടെ മിക്സഡായിട്ടുള്ള ആൾക്കാരൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് ജോലിക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് പഠിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ചെന്നിട്ട് പയ്യെ ജോലിയാകാമെന്നുള്ള ഒരു ചിന്തയിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. എന്നിട്ട് അവിടെ പഠിക്കാൻ ചെന്നതിന് ശേഷം കോളേജ് എന്ന് പറയുന്നത് ലാർനക്ക, നിക്കോഷ്യ, പാഫോസ്, ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് അവിടുത്തെ മെയിനായിട്ടുള്ള സെൻറ്ററുകൾ, ടൗണുകൾ എന്ന് പറയുന്നത്. ലാർനക്കയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. നിക്കോഷ്യയിലാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത്. പാഫോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണത്. അവിടെയും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ലാർനക്ക എന്ന് പറയുന്നത് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു നല്ല കോസ്റ്റൽ ടൗൺ ആണ്. വളരെ കാമാങ്കുവായിട്ടായിട്ടും ആൾക്കാർ നീന്താൻ വരുന്നതും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളാണ്. ഒത്തിരി പേര് ആൾക്കാർ, നമ്മുടെ മലയാളികൾ അന്ന് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 30 പേരോളം ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 10-45 പേരോളം സ്റ്റുഡൻസ് വേറെ ഉണ്ടായിരുന്നു അന്ന്.
അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ വരികയും താമസിക്കുകയും അവിടെ ജോലി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇന്ത്യ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഠനത്തോടൊപ്പം നമുക്ക് എവിടെയും ജോലി ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. നമ്മൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ജോലിയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. കാരണം കേരളത്തിൽ നിൽക്കുമ്പോഴല്ല ഇന്ത്യയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ജോലിയോട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളത്. കാരണം ചെയ്യാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നാലും ഇറങ്ങി ചെയ്യുമ്പോഴത്തേന് ആൾക്കാരെന്ത് പറയും, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് പറയും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണല്ലോ കൂടുതലുള്ള. ഇതിപ്പം ഒരു കൺട്രി വിട്ടൊരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും കാണുന്നുമില്ല, എന്ത് ജോലി ചെയ്യുന്നതെന്നല്ല, പൈസ കിട്ടുന്നതുകൊണ്ട് നല്ലതേ. എന്നെനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയി ഒലിവിൻ്റെ കുരു പറിക്കാൻ ഉള്ള ഒരു ജോലിയാണ് ആദ്യം കിട്ടിയത്. നമുക്ക് ചിന്തിക്കാനൊന്നും, നാട്ടിൽ ഈ അടയ്ക്കൊക്കെ പറിക്കാൻ വരുന്ന ആൾക്കാർ, നമ്മുടെ വീട്ടിലും ഒക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ മരത്തെ കയറുക, അവിടെ ഇവിടെ കാണുന്ന ഒലിവുകൾ പറിച്ച് നമ്മൾ ബാഗിലിടുക, താഴെ ഇട്ടിടുക, താഴെയിൽ ഒരു വലിയ തുണി വിരിച്ചിട്ടുണ്ടാവും, തുണിയിലേക്ക് ഇടുക, എന്നിട്ട് അവസാനം അത് പെറുക്കി കൂട്ടുക, കെട്ടി കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു ആദ്യത്തെ ചെയ്തത്. ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി ഇത് അത്ര സിമ്പിൾ പരിപാടിയല്ല മോനെ. അതുപോലത്തെ ബോഡി പെയിനും കാര്യങ്ങളും, പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റിട്ടില്ല, അതുപോലെ വയ്യായിരുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ചിന്ത. കാരണം വെച്ചാൽ നാട്ടിൽ വെച്ച് നമ്മൾ ഇത്രയും ജോലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. കാരണം അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ പറയും അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. അത് വേറൊരു കാര്യം. ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ജോലി ചെയ്താലേ പൈസ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പൈസ നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അന്നത്തെ 20 പൗണ്ടോ 25 പൗണ്ടോ കണ്ടുണ്ടായിരുന്നു അന്ന്. മണിക്കൂറിനല്ലായിരുന്നു തോന്നുന്നു. 2 മണിക്കൂർ 3 മണിക്കൂർ ജോലിക്ക് 20 പൗണ്ടോ അങ്ങനെ കണ്ടായിരുന്നു. 20 പൗണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ഇതനുസരിച്ച് ഏകദേശം 2000 രൂപയുണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ 3 മണിക്കൂറും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ജോലി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ ആദ്യമായിട്ട് എനിക്കൊരു ജോലി കിട്ടിപ്പോയത് ഞാനായിരുന്നു. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നു. ഞാൻ 9 പഠിക്കുമ്പോൾ അദ്ദേഹം 10ലായിരുന്നു. പുള്ളിയായിട്ട് നല്ല കമ്പനി ആയിരുന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു ജോലി സെറ്റ് ചെയ്ത് തരുമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് അവരൊക്കെ നല്ല നിലയിലുള്ള ആൾക്കാരാണ് കേട്ടോ. അത് ആരും അവിടെ നിന്നല്ല, ഒരു 3 വർഷത്തിനുള്ളിൽ എല്ലാവരും അവിടുന്ന് തന്നെ വിട്ടുപോരുകയും ചെയ്തു. അത് വേറെ കാര്യം. എന്നിരിക്കലും ഒരു 6 മാസത്തെ അനുഭവം എന്ന് പറയുന്നത് വലിയ അനുഭവമായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്നത് ലാർണക്ക എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നടക്കാൻ പോവുകയും വഴി കൂടെ നടന്ന് ബീച്ച് സൈഡ് വഴി പോവുകയൊക്കെ ചെയ്തു. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങൾ ഒരു 3 പേരാണ് അന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു റൂമിൽ. ആദ്യമായിട്ട് ചെന്ന സംഭവങ്ങളൊക്കെ വളരെ രസമുള്ള കാര്യമാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ നേരത്തെ സീനിയേഴ്സാണ്. അവർ പറഞ്ഞു ഓരോരുത്തരെയും കൊണ്ടുപോകുന്നതിന് $40 പൗണ്ട് വെച്ചാവും. ഇവിടെ കാറ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കാറെ കൊണ്ടുപോകാം, ഓരോരുത്തരെയും കൊണ്ടുപോകുന്നതിന് $40 വെച്ചാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഓൾറെഡി പോകാനറിയാം, നിങ്ങൾക്ക് $40 തന്നത് കാറിന് വേറെ വാടക 40 പൈസയും കൊടുത്തിട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ പോകേണ്ട സ്ഥലം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം, നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാളിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾക്കറിയാവോ ഇവിടെ നിന്ന് എത്രയാ 8-9 സ്റ്റുഡൻസിനെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയത്, എന്നെ പേടിപ്പിക്കുക. കുഴപ്പമില്ല, പോലീസ് വരെയല്ല, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആദ്യം ചെന്നിറങ്ങി. കാരണം നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. എന്നാലും കള്ളത്തരം എന്തോ ഉണ്ടെന്ന് നമുക്കത് മണത്തത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മളത് നോ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് രാത്രിയിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു വണ്ടി എടുക്കുക, നേരെ അവിടെ ഒരു ക്രിസോപോളിസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്, അവിടെ ചെന്നിട്ട് അവരോട് ചെന്ന് പറയുക ഞങ്ങൾക്ക് റൂം വേണമെന്ന് പറയുക, അവരെ റൂം തരും, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ താമസിച്ചോ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ 3 കൂട്ടുകാരായിരുന്നു. ഞാൻ, ജോസഫ്, സുനിൽ, ഇങ്ങനെ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേരും എന്നിട്ട് നേരെ അവിടെ പോയി ഹോട്ടലിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ മാസക്കണക്കിന് റൂം വേണം. അപ്പോൾ അയാൾ പറഞ്ഞു അത് രാത്രി ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും, ഏതാണ്ട് നിങ്ങൾ ഇന്നത്തേന് നോക്കുക, നാളെ തൊട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങേര് വിളിച്ച് പറഞ്ഞിരുന്ന സമൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി ശ്രീലങ്കനായിരുന്നു തോന്നുന്നു. അപ്പോൾ പുള്ളിയെ പോയി കണ്ടിട്ട് പുള്ളിയെ കൂടെ ഒന്ന് പറയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയി സമനെ കണ്ടിട്ട് സമൻ പറഞ്ഞു അവർക്ക് റൂം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അത് സെറ്റ് ചെയ്താണ് റൂം കിട്ടി.
ഇന്ന് വേറെ ആരൊക്കെയോ സഹായിച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ നിന്നല്ല ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയെന്നുള്ളത് കൊണ്ടാണ്. വേറെ ആരൊക്കെയോ അന്ന് സഹായിച്ചിരുന്നു, അന്ന് വന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ. കാരണം മലയാളികൾ പിന്നെ ഒരു കാര്യം, വെളിയിൽ വന്നൊരു പ്രശ്നത്തെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ എനിവേ അന്ന് രാത്രി ഞങ്ങളവിടെ കയറി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ് ഈ സുനിലും ജോസും. ഈ ജോസിനെ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിരുന്നു, പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സുനിലിൻ്റെ കാര്യത്തിലാണ് കഷ്ടം ഉണ്ടായത്. സുനിൽ അവിടെ നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ എനിക്ക് കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 8-9 വർഷം മുമ്പ് മലയാള മനോരമയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു. ഞാൻ ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ഈ മനോരമ അല്ലെ മാതൃഭൂമി ഇങ്ങനെ വായിക്കുന്ന ഒരു അസുഖമുണ്ട് എനിക്ക്. ഓൺലൈനാണ് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും അതിൻ്റെ അകത്തൊരു ന്യൂസ് കണ്ടിരുന്നു. ഇങ്ങനെ സുനിൽ എന്ന് പറയുന്ന ഒരാൾ സൈപ്രസിൽ നേരത്തെ പോയിരുന്ന ആളാണ്, ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര വിശ്വാസം വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിൽ പോയി വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ നമ്മുടെ സുനിൽ തന്നെയായിരുന്നു. എന്തോ വർക്ക് പ്രഷർ ഒക്കെ ആയിട്ടുള്ള ബന്ധം, പുള്ളി ഏതോ മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ ജോലിയിലായിരുന്നു. എന്തോ വർക്ക് പ്രഷറോ എന്തോ പൈസയുടെ കാര്യങ്ങളോ ഏതാണ്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പുള്ളി ആത്മഹത്യ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 പേരായിരുന്നു ഞങ്ങളൊരു കോർ കമ്പനി എന്ന് പറയുന്നത്. നല്ല കൂട്ടായിരുന്നു, നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് വിട്ടുപോയായിരുന്നു. എന്താണേലും പകുതി പഴയ പോലെ തന്നെ ഓരോരുത്തരുമായിട്ട് കണക്ഷൻ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് ദീപു എന്ന് പറയുന്ന ഒരു എറണാകുളത്തു നിന്നുള്ളൊരു ദീപുണ്ട്. ദീപു ആണ് ഉണ്ടായിരുന്നതിൽ ഏറ്റവും ജോളിയും ബഹളവും അടിപൊളിയും തമാശയും ഒരു ഗ്രൂപ്പിലെ ഒരു ജെൽ ഫാക്ടറായിരുന്നു പുള്ളി. അപ്പോൾ അങ്ങനെ ദീപു ഇടയ്ക്കിടയ്ക്ക് ദീപുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അന്ന് കാലം തൊട്ട് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും വളരെ ആകസ്മികമായിട്ട് ദീപുവിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത് ദീപുവും ഓൾറെഡി പുള്ളിയും സെറ്റിൽഡാണ്, ഗൾഫിൽ തന്നെ സെറ്റിൽഡാണ്. അപ്പോൾ അങ്ങനെയാണ് ജോസിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയത്. അതുവരെ എനിക്ക് ജോസിൻ്റെ നമ്പറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒത്തിരി കൂട്ടുകാരനെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ കാരണം അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ മേലാത്ത സിറ്റുവേഷനായിരുന്നു. ആ സിറ്റുവേഷനിൽ പോലും നമ്മളെ ഒന്നും അറിയാത്ത നമ്മളെ ഒരു പ്രതീക്ഷയില്ലാതെ സഹായിച്ചിട്ടുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു രാഹുലുണ്ടായിരുന്നു, ഒരു ജയനുണ്ടായിരുന്നു, ഒരു 2 രാഹുലുണ്ടായിരുന്നു, പിന്നെ കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി പേരുടെ പേര് മറന്നുപോയി കേട്ടോ. ഞാൻ ഒത്തിരിയും പേരുടെ പേര് മറന്നുപോയി. പ്രായമാകുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് റൈറ്റായിട്ടൊരു വേർഡാണോ? മലയാളികൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരു വേർഡാണ് നന്ദി എന്നുള്ളത്. നന്ദി എന്നല്ല പറയേണ്ടത്, നന്ദി എന്നാണ് പറയേണ്ടത്. ദകാരമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി ഉപയോഗിക്കുമ്പോൾ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദിയല്ല, നന്ദി ആണ് കറക്റ്റായിട്ടുള്ള വേർഡ്. ഓക്കെ. സോ ഇന്നിവിടെ ഇപ്പം 11 മണി AM ആയി. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 PM ഒക്കെ ആകുമ്പോഴത്തേന് കുട്ടികളെ പോയി പിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ AM-ൻ്റെ PM-ൻ്റെ ഒക്കെ ഫുൾ ഫോം അറിയാമോ? AM, PM, ATM എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് നാളെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയ്ക്ക് നമുക്ക് അതെന്താണെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈപ്രസിലെ കഥകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ നന്ദിയല്ല, നന്ദിയാണ് കറക്റ്റായിട്ടുള്ള വേർഡിങ് നമ്മളിന്ന് പഠിച്ചു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ആ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും കാലമെങ്കിലും എനിക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയതും. അവരെ സമൻ എന്ന് പറയുന്ന ആളുടെ കൂടെ ഞാൻ വണ്ടി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് അവസാനം 10,000 രൂപ കണ്ടേ കൊടുത്തുള്ളൂ. 20,000 രൂപയുടെ വണ്ടി എടുത്ത പുള്ളി 10,000 ഇട്ട്, ഞാൻ 10,000 ഇട്ടു. എന്നിട്ട് അന്നൊക്കെ ആ വിലയ്ക്കൊക്കെ കിട്ടാനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം പോരുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്തോട്ടെ എന്ന് വിചാരിക്കാൻ പൈസ ഒന്നും തിരിച്ചു മേടിച്ചില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നല്ല സമയമായിരുന്നു എന്ന് പറയാൻ. അന്നാണ് ശരിയായിട്ട് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചത്. അന്നായിരുന്നു ശരിക്കും
ബാർബിക്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ബാർബിക്യൂ എന്ന് പറഞ്ഞ ഒരു വിഭവത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല. സൈപ്രസിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന ആൾക്കാർ അവരുടെ മെയിൻ ഒരു സംഭവമാണ് ഈ ബാർബിക്യൂ എന്ന് പറയുന്നത്. റോഡ് സൈഡിലിരുന്ന് ബാർബിക്യൂ ചെയ്തും എന്നിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് £1 അല്ല £1 എന്ന് പറയും. £1 അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം £1 യു വാണ്ട് £1 എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ £1 കൊടുത്തു കഴിഞ്ഞാൽ 2-3 പീസ് നമുക്ക് അവർ തരും. അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികളാണ്. അങ്ങനെയാണ് ഞാൻ കണ്ടുപഠിച്ചതാണ് ഈ ബാർബിക്യൂ എന്നുള്ളത്. അന്ന് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ബാർബിക്യൂവിൻ്റെ ഒരു മെഷീനൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അന്നൊക്കെ ആ ട്രൈ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് ഇവിടെ വന്ന് ഉണ്ടാക്കി പഠിച്ചത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ചില അവിടുത്തെ കിട്ടുന്ന ജോലികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പോൾ അത് നോക്കുമ്പോൾ വലിയ ഹാർഡൊന്നുമില്ല, പക്ഷേ ഒരു 22-23 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹാർഡായിരുന്നു അന്നത്തെ സമയം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ പൊട്ടിയിരിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. ഈ എന്താ പറയുന്നത്, ഈ സിമൻറ്റ് കട്ട തല്ലി പൊട്ടിച്ച് കളയുക, ഈ പറയുന്ന വയറിങ്ങിൻ്റെ സാധനങ്ങൾ എടുക്കുക, ഈ ടൈലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്പേസർ വെക്കുമല്ലോ, ആ സ്പേസർ പോയി ഇളക്കുക. ഇപ്പം സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ചെയ്യാത്ത ജോലി ആയതുകൊണ്ട് അതിൻ്റെതായ വിഷമവും പിന്നെ എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങേണ്ടത്, നാട്ടിൽ നിന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തയും ഒക്കെ ഒത്തിരി ആയിരുന്നു. എന്നാൽ കുറച്ചാളെ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സത്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നാലും നിക്കോഷ്യ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ കോളേജിൻ്റെ പേര് CDA കോളേജ് എന്നായിരുന്നു. അപ്പോൾ ഈ CDA കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഞങ്ങൾ പഠിക്കാൻ എല്ലാവരും വന്നത്. അതോ ഇറ്റ് വാസ് സോ ഫണി, എല്ലാവരും മലയാളികൾ തന്നെയാണ്. പഠിപ്പിക്കാൻ വരുന്ന ആൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനോ ഇംഗ്ലീഷുകാരിയോ ആയിരിക്കും, ഗ്രീക്കുകാരനോ ഗ്രീക്കുകാരിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ പറയുന്നത് തട്ടിമുട്ടിയാണ് പറയുന്നത്. നമ്മളാണേ ഇത് കാണുമ്പോൾ നമ്മളെല്ലാം ഒരു സൈഡിൽ തൊട്ട് ചിരിക്കാൻ തുടങ്ങും. അന്നത്തെ സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ലല്ലോ, നമുക്ക് പറയാൻ അറിയത്തില്ലെങ്കിലും കേട്ടാൽ തെറ്റാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒത്തിരി. മാത്രമല്ല അതൊരു വല്ലാത്തൊരു കൺട്രി ആണെന്ന് തന്നെ വേണേൽ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒത്തിരി പേർക്ക് ജോലി ഇല്ലാത്ത സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരു കൂടെ വന്നൊരു പയ്യൻ, ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വന്നതാണ്, 2 കുട്ടികളുണ്ട്. ഒരു ജോബിനും ഉണ്ടായിരുന്നു, ജോബിൻ്റെ കൂടെ തന്നെ വേറൊരു പയ്യനോട് വന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അത്രയും അശുവാണ്, ജോലി ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി കഴിക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ റോഡ് സൈഡ് വഴി നടന്ന് ഭിക്ഷ എടുക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വരുന്ന ആൾക്കാരോടെല്ലാം സാറേ എന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുന്നത്. അവരെ ഞാൻ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവരോട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടു എന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർ വല്ലാത്തൊരു സിറ്റുവേഷനില്ലേ. കാരണം എന്ത് പൈസ കൊടുത്ത് വന്നതാണ്, അവിടെ വന്നിട്ട് ഈ ഓർത്ത പോലെ ജോലിയും കാര്യങ്ങളും ഒന്നും ആകാഞ്ഞിട്ടേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒന്ന്. പിന്നെ ഈ അവിടെ നൈറ്റ് ലൈഫിൻ്റെ ഏറിയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണിയായി തൊട്ട് രാവിലെ ഒരു 5 മണി 6 മണി വരെ ഫുൾ ഓണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ വെച്ച് റോഡിൽ വലിയ ലൈറ്റ്സും ഒക്കെ വെച്ച് ഫ്രൈഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ബഹളമാക്കി. ഞങ്ങൾ ബീച്ച് സൈഡിൽ തന്നെ ഞങ്ങളും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത പോലെ ഉള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. ഈ നൈറ്റ് ക്ലബ്ബുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഡാൻസ് ബാറുകളും ഒക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ പക്ഷേ ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി പേര് അതിൻ്റെ അകത്ത് പോവുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൽ നിന്നെല്ലാം എപ്പോഴും ഒഴിവായി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു വന്നത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സോ ഗുഡാണ് അവിടെ. ഈ നിക്കോഷ്യയിലും പാഫോസിലൊക്കെ ആൾക്കാർ വണ്ടി ഓടിക്കുകയും അവിടെ പോയി സംഭവം എന്താ പറയുക, ഈ പറയുന്നുള്ള പാർട്ടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ റേവ് പാർട്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ രാത്രി യോട്ട് പാർട്ടികളുണ്ട്. അങ്ങനത്തെയൊക്കെ ഒത്തിരി നല്ല പരിപാടികളായിരുന്നു. എന്താണേലും അതൊരു അനുഭവമായിരുന്നു. ഏകദേശം അത്രയും കാലം അവിടെ നിന്നിടത്തോളം കാലം ലൈഫിന് വേറൊരു മാനം കിട്ടിയെന്നുള്ളതാണ്. ഭയങ്കരമായ അനുഭവങ്ങൾ ഒരു ഒറ്റ ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് ഫുൾ പാക്ഡായിട്ട് കിട്ടി എന്നുള്ളതാണ്. കാരണം അതുവരെ നമ്മൾ എപ്പോഴും ഒരു ചിറകിൻ്റെ കീഴിലായിരിക്കും. നാട്ടിലാകുമ്പോൾ ആരെങ്കിലും ഉണ്ട് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ചോദിച്ചാൽ ഉത്തരം പറയാനും. ഈ ഓസ്ട്രേലിയക്ക് വരാനുള്ള ധൈര്യം തന്നെ എനിക്ക് കിട്ടിയത് സൈപ്രസിൽ പോയതുകൊണ്ടാണ്. അല്ല ഞാൻ ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തത്തില്ലായിരുന്നു. അത്രയും ഒരു ഔട്ട് ഓഫ് ദ കൺട്രിയാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു കളിയാണ്.
പിന്നെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ നമുക്കുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. അന്ന് പിന്നെ ഒറ്റയ്ക്കായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചാളൂടെ നിൽക്കാൻ ശ്രമിച്ചേനെ അവിടെ. പക്ഷേ ഓസ്ട്രേലിയ വന്നപ്പോഴത്തേന് അതുകൊണ്ട് തീരുമാനമെടുത്തു, എവിടെ ഇനി പോയാലും പുള്ളിക്കാരുടെ കൂടത്തെ ഞാൻ പോകത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്തു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നൊരു എനർജി ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ശരി തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് ഡൗൺ ആകുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ പിന്നെ സർവൈവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. എനിക്ക് ആ ഹോംസിക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. കല്യാണം കഴിഞ്ഞ് ഒത്തിരി സമയമായിട്ടും ഇല്ലായിരുന്നു. എനിവേ, അതൊരു നല്ല അനുഭവമായിരുന്നു എന്ന് പറയുമായിരുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയയിൽ തന്നെ വന്നപ്പോഴായിരിക്കാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ കൂടെ കമൻറ്റ് ചെയ്യാൻ ഓർക്കുക. അപ്പോൾ നാളെ ഞാൻ വേറെ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.